നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിലെ UDF കുതിപ്പിന് കരുത്തു പകർന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും മത്സരിച്ച 8-ൽ 7 മണ്ഡലങ്ങളിലും ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥികൾക്ക് ലീഡ്. ഇരിഞ്ഞാലക്കുട, കോതമംഗലം, തൊടുപുഴ, കടുത്തുരുത്തി, ചങ്ങനാശ്ശേരി, കുട്ടനാട്, തിരുവല്ല സീറ്റുകളിലാണ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നത്. ഇതിൽ ഇരിഞ്ഞാലക്കുട, കടുത്തുരുത്തി, ചങ്ങനാശ്ശേരി, തൊടുപുഴ മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പിച്ച മട്ടിലാണ് മുന്നേറ്റം. ഇരിഞ്ഞാലക്കുട, ചങ്ങനാശ്ശേരി, കോതമംഗലം, കുട്ടനാട്, തിരുവല്ല, കടുത്തുരുത്തി, കാഞ്ഞങ്ങാട്, തൊടുപുഴ എന്നീ മണ്ഡലങ്ങളിലാണ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരിക്കുന്നത്. ഇരിഞ്ഞാലക്കുടയിൽ ജോസഫ് വിഭാഗത്തിന് വേണ്ടി മത്സരിച്ച മുതിർന്ന നേതാവ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ CPM സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ ഡോക്ടർ R ബിന്ദുവിനെ 2000-ലധികം വോട്ടുകൾക്കാണ് പിന്നിലാക്കിയിരിക്കുന്നത്. കേരള കോൺഗ്രസിന്റെ തട്ടകമായ കടുത്തുരുത്തിയിൽ സിറ്റിംഗ് MLA ആയ അഡ്വക്കേറ്റ് മോൻസ് ജോസഫിന്റെ ലീഡ് 10,000 കടന്നു. കേരള കോൺഗ്രസുകൾ തമ്മിൽ മത്സരിക്കുന്ന മണ്ഡലം എന്ന പ്രത്യേകത കടുത്തുരുത്തിക്കുണ്ട്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് വേണ്ടി മത്സരിച്ച കോട്ടയം ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷ നിർമ്മല ജിമ്മി ഇവിടെ 2ാം സ്ഥാനത്താണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് സിറ്റിംഗ് സീറ്റായ ചങ്ങനാശ്ശേരി ഇക്കുറി കൈവിട്ടു പോയേക്കാം. മണ്ഡലത്തിൽ ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥി വിനു ജോബ് 4,000-ലധികം വോട്ടുകൾക്ക് മുന്നിലാണ്. അതേസമയം ജോസഫ് വിഭാഗത്തിന്റെ സിറ്റിംഗ് സീറ്റായ തൊടുപുഴയിൽ പാർട്ടിയുടെ ഭൂരിപക്ഷം 19,000 കടന്നു. വോട്ടെണ്ണൽ 7ാം റൗണ്ട് പിന്നിടുമ്പോൾ PJ ജോസഫിന്റെ മകൻ അപ്പു ജോൺ ജോസഫാണ് ബഹുദൂരം മുന്നിലുള്ളത്. കേരള കോൺഗ്രസുകൾ തമ്മിൽ മത്സരം നടക്കുന്ന മറ്റൊരു മണ്ഡലമാണ് തൊടുപുഴ. ഇവിടെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനു വേണ്ടി മത്സരിക്കുന്നത് സിറിയക് ചാഴിക്കാടനാണ്. 2021-ൽ കടുത്തുരുത്തി, തൊടുപുഴ മണ്ഡലങ്ങളിൽ മാത്രം വിജയിച്ചിരുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഇത്തവണത്തെ മുന്നേറ്റം ഇരട്ടി മധുരമാണ് നൽകുന്നത്. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിൽ മത്സരിച്ച പാർട്ടിയുടെ ഫ്രാൻസിസ് ജോർജും മിന്നും വിജയം നേടിയിരുന്നു. ഇപ്പോഴത്തെ മുന്നേറ്റത്തോടെ കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ശക്തി ആർജിച്ചിരിക്കുകയാണ്. 2021-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകളിൽ വിജയിച്ചിരുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നിലവിൽ ഒരു സീറ്റിൽ പോലും ലീഡില്ല. സിറ്റിംഗ് സീറ്റായിരുന്ന ഇടുക്കി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, റാന്നി, പൂഞ്ഞാർ എന്നീ സീറ്റുകളിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ വിയർക്കുകയാണ്. മാണി ഗ്രൂപ്പിന്റെ ഏക മന്ത്രിയായിരുന്ന റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ കനത്ത തിരിച്ചടിയാണ് നേരിടുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി റോയ് കെ പൗലോസിനേക്കാൾ 15,000-ലധികം വോട്ടുകൾക്ക് റോഷി പിന്നിലാണ്.